ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മകരാക്ഷൻ്റെ വാക്കുകേട്ട സേനാപതി രഥത്തെയും വലിയൊരു സൈന്യത്തെയും തയ്യാറാക്കി തേരിനെ പ്രദക്ഷിണം വെച്ച് അസുരവരൻ രഥത്തിലേറി സൂതനോട് അതിവേഗത്തിൽ തെളിക്കുക എന്ന് ആജ്ഞാപിച്ചു. പടകളെ നോക്കി ഇങ്ങനെ തുടർന്നു: രാക്ഷസ പ്രമുഖന്മാരെ, നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് അടരാടണം. നമ്മുടെ പെരുമാൾ പുകഴേന്തുന്ന രാവണൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരെ നിർദ്ദയം വധിക്കണമെന്ന്. ഞാൻ ആ സഹോദരന്മാരെ ഇന്ന് പരലോകം എത്തിച്ചേക്കാം. സുഗ്രീവ സൈന്യങ്ങളായ കേശന്മാരെ നിങ്ങളെല്ലാവരും കൂടി ശരങ്ങളാലും വരായുധങ്ങളാലും എതിരിടുവിൻ. ഉണങ്ങിയ വിറകിൻ കൊള്ളികളെ അഗ്നി എന്ന പോലെ നിങ്ങൾ ആ കാട്ടുജീവികളെ ചാമ്പലാക്കണം. ബലശാലികളായ രാക്ഷസന്മാർ മകരാക്ഷൻ്റെ ആജ്ഞയനുസരിച്ച് അനേകവിധ ശസ്ത്രങ്ങളുമെടുത്ത് ഒത്തുചേർന്നു. ആ അസുരവരന്മാർ എല്ലാവരും കാമരൂപികളും മഞ്ഞ നിറത്തിലുള്ള കണ്ണുകളുള്ളവരും കഠിന ദംഷ്ട്രകളോട് കൂടിയവരുമാണ്. കൂറ്റന്മാരായ അരക്കന്മാർ ഭീമരൂപനായ കരാത്മജൻ്റെ ചുറ്റും നിന്ന് ഊഴി കുലുക്കിക്കൊണ്ട് നടന്നു തുടങ്ങി. അടിച്ചു വീക്കുന്ന പെരുമ്പറകൾ എമ്പാടും, അതോടുകൂടി ശംഖുകൾ, കൈകൊട്ടലുകൾ എന്നിവ ചെകിട് അടക്കത്തക്ക ശബ്ദം ആ വൻപടയിൽ നിന്ന് ഉയർന്നു. മകരാക്ഷരഥത്തിലെ സൂതഹസ്തത്തിൽ നിന്ന് അവിചാരിതമായി ചമ്മട്ടി വീണുപോയി. കാരണമൊന്നുമില്ലാതെ ആ നിശാചരേന്ദ്രൻ്റെ ധ്വജം പൊട്ടി വീണു. തേർ കുതിരകളുടെ വിക്രമം ദീനഭാവമായി മാറി. കാലിടറി, കണ്ണീരൊഴുക്കി, നടത്തം സാവധാനത്തിലായി. പരുക്കൻ കാറ്റ് ധൂളി പടലത്തോടെ ഘോരമായി വീശിത്തുടങ്ങി. ദുഷ്ടാഗ്രേസരനായ ആ രൗദ്രൻ്റെ യാത്രയിൽ ഇത്തരത്തിൽ പല ദുർനിമിത്തങ്ങൾ കണ്ടുവെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ പരാക്രമികളായ രാക്ഷസന്മാർ ശ്രീരാമലക്ഷ്മണന്മാരോട് നേരിടുവാൻ തന്നെ തയ്യാറായി പോന്നു. മേഘം, ആന, പോത്ത് എന്നിവയുടെ തുല്യനിറം ആർന്നവരും അനേകം പ്രാവശ്യം ശത്രുക്കളുടെ വാളും ഗദയുമേറ്റ് ദേഹം പിളർന്നവരുമാണ് ആ വീരനഗ്നഞ്ജര പട. ഞാൻ മുമ്പ് എന്നിങ്ങനെ അത്യുത്സാഹത്തോടെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് രണവിദഗ്ധരായ നിശാചരന്മാർ അടർക്കളത്തിലെത്തി. വമ്പിച്ച പടകളോടെ വരുന്ന മകരാക്ഷനെ സുഗ്രീവ സൈന്യം കണ്ടു. അങ്ങിങ്ങായി നിന്നിരുന്നവർ പെട്ടെന്ന് ഒന്നിച്ചു ചേർന്ന് പാഞ്ഞടുത്ത് തയ്യാറായി. തുടർന്നുണ്ടായ പെരുമ്പട രോമാഞ്ചജനകമായിരുന്നു. ദേവന്മാരും ദൈത്യന്മാരും ഏറ്റുമുട്ടിയതുപോലെയാണ് കപിരാക്ഷസന്മാർ പോർ തുടങ്ങിയത്. വൃക്ഷങ്ങൾ, ശൂലങ്ങൾ, പരിഗങ്ങൾ, ഗിരിശൃംഖങ്ങൾ തുടങ്ങിയ ഉഗ്രായുധങ്ങൾ അന്യോന്യം ചാട്ടി വാനര രാക്ഷസർ മർദ്ദിച്ചു. വേല്, വാള്, തോമരം, കുന്തം, ഗദ എന്നിവയെ കൊണ്ട് ചിലരും, പട്ടസങ്ങൾ, കവിണകൾ, ശരങ്ങൾ എന്നിവ കൊണ്ട് മറ്റു ചിലരും, കയർ, മുൾത്തടി, മുസലം, കുലിശം എന്നിവയാൽ വേറെ ചിലരും കവികളെ പരിക്കേൽപ്പിച്ചു തുടങ്ങി. കരപുത്രന്റെ ശരപ്രഹരത്താലും കവികൾ വിഷമിച്ചു. പതറിയ മനസ്സോടെ പേടിച്ചരണ്ട കേശന്മാർ പിന്തിരിഞ്ഞോടുന്നത് കണ്ട അരക്കന്മാർ സിംഹങ്ങളെപ്പോലെ ഗർജിച്ചു. കവിപ്പടയെ രാക്ഷസന്മാർ വിജയിച്ചു തുടങ്ങി. വാനരന്മാർ നാലു പുറവും പായുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ രാക്ഷസന്മാരെ മുഴുവൻ ശരപ്പേമാരി കൊണ്ട് തടുത്തു. അടുത്ത് മുന്നിൽ നിൽക്കുന്ന ദാശരഥിയെ കണ്ട മകരാക്ഷൻ കോപാഗ്നി കൊണ്ട് അടിമുടി ആളിയതുപോലെ ഇങ്ങനെ പറയാൻ തുടങ്ങി: ഹേ രാമ, നിൽക്ക്, നമ്മുടെ ദ്വന്ദ്വയുദ്ധം തുടങ്ങാം. എൻ്റെ പക്കലുള്ള കൂരമ്പുകളാൽ ഇന്ന് നിന്റെ പ്രാണൻ ഞാൻ വിടുതി തന്നേക്കാം. ദണ്ഡകാരണത്തിൽ വെച്ച് എൻ്റെ അച്ഛനെ കൊന്ന നിന്നെ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ അംഗങ്ങൾ കൂടി കോപത്താൽ വേകുന്നുണ്ട്. എടോ ദുഷ്ടബുദ്ധി രാഘവ, ആ വൻകാട്ടിൽ വെച്ച് അന്ന് ഞാൻ നിന്നെ കണ്ടെത്തിയില്ല. രാമ, എനിക്ക് തികച്ചും ഭാഗ്യമുണ്ട്. നിന്നെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചുവല്ലോ. വിശപ്പ് കൊണ്ട് വലഞ്ഞ സിംഹം മൃഗത്തെ എന്ന പോലെ ഞാൻ നിന്നെ അന്വേഷിച്ചു നടന്നു. ഇനി നിനക്ക് രക്ഷയില്ല. എൻ്റെ നിശ്ചിത ശരങ്ങൾ അതിശക്തിയിൽ നിന്നിൽ പതിക്കും. നീ കാലനൂരിൽ എത്തുകയായി. നീ വധിച്ചവരോടുകൂടി എത്തിച്ചേരുകയായി. അധികം വർത്തമാനം പറഞ്ഞിട്ട് എന്താണ് കാര്യം? എടോ രാമ, ഒരു വാക്കും കൂടി കേൾക്കൂ. ഇന്ന് ലോകം മുഴുവൻ നിന്നെയും എന്നെയും ഈ യുദ്ധകളത്തിൽ കാണട്ടെ. ഗദയോ വില്ലോ കയ്യോ ഏതാണ് നിനക്കിഷ്ടം? അതുകൊണ്ട് പയറ്റാം. അഭ്യാസം ഏതാണെന്ന് പറയൂ. മകരാക്ഷൻ്റെ മത്തു പിടിച്ച പോലെയുള്ള പുലമ്പൽ കേട്ട ദശരഥനന്ദനൻ മനോഹര മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു: ഹേ രാക്ഷസേന്ദ്ര, എന്തിനാണ് വെറുതെ ഇങ്ങനെ മേനു പറയുന്നത്?
കഠിന വാക്കുകൾ കൊണ്ട് പോരിൽ വിജയിക്കുവാൻ സാധിക്കുമോ? അതിന് അംഗം വെട്ടണം. എടോ, നിന്റെ അച്ഛനെ മാത്രമല്ല 14,000 രാക്ഷസ മുഖ്യന്മാരെയും ത്രിശിരസിനെയും ദൂഷണനെയും ദണ്ഡകാരണത്തിൽ വെച്ച് ഞാൻ നിഗ്രഹിച്ചിട്ടുണ്ട്. എടോ ദുഷ്ട, കൂർത്ത കൊക്കും നഖങ്ങളുമുള്ള കഴുകനും കാക്കയും ഇന്ന് യഥേഷ്ടം കൊത്തിത്തിന്നും. അത് നിന്റെ ദേഹമായിരിക്കും. കുറുക്കനും അതുകൊണ്ട് ഇന്ന് തികച്ചും മൃഷ്ടഭോജനം ആശിക്കട്ടെ. കാകുത്സൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിശാചരവരൻ ഖരപുത്രൻ അനേകം അസ്ത്രങ്ങൾ തുടർന്നുകൊണ്ട് എഴുതു തുടങ്ങി. അവയെ ഓരോന്നിനെയും ശ്രീരാമബാണങ്ങൾ 100 കണ്ടിച്ചു. സ്വർണം കെട്ടിയ രാക്ഷസ സായകങ്ങൾ ഭൂമിയിൽ പൊടിഞ്ഞു വീണു. ദശരഥാത്മജനും ഖരപുത്രനുമായി വമ്പിച്ചൊരു ഏറ്റുമുട്ടൽ അവിടെ നടന്നു. അംബരമാർഗത്തിൽ ഇരുഭാഗത്തു നിന്നും കേൾക്കുന്ന കാർക്കൊണ്ടൽ നാദം പോലെ 2 വില്ലുകളുടെ ഞാണുകൾ കൈത്തലങ്ങളിൽ അടിക്കുന്ന ശബ്ദം ഉച്ചത്തിൽ ഉയർന്നു. ദേവന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, ഉരകമുഖ്യന്മാർ എന്നിവർ അത്ഭുതജനകമായ ആ രണം കാണുവാൻ ആകാശതലത്തിൽ നിരന്നു. ഓരോ അംഗങ്ങളിലേക്കും അവർ ലക്ഷ്യം വെച്ച് എയ്തു. എന്നാൽ ബാണം കൊള്ളുമ്പോൾ ബലം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. ചെയ്തതിനു പകരം 2 പേരും ആ യുദ്ധത്തിൽ ചെയ്തു. ശ്രീരാമൻ അയക്കുന്ന ബാണങ്ങളെ നിശാചര വീരൻ മുറിച്ചു. അവൻ അയക്കുന്ന വിശികങ്ങളെ നെന്മണി പോലെ ദേവൻ നുറുക്കി വീഴ്ത്തി. ശരങ്ങൾ കൊണ്ട് 10 ദിക്കും മൂടിക്കഴിഞ്ഞു. ഭൂമി അല്പം പോലും കാണാത്ത മട്ടിലായി. ദേവന്റെ കടക്കണ്ണുകൾ ചുവന്നു. അമ്പുകൾ 8 ഒന്നിച്ച് കോദണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടു. മകരാക്ഷന്റെ സാരഥി ചിഹ്ന ശരീരനായി ഭൂമിയിൽ പതിച്ചു. തുടർന്നു വരുന്ന രാമബാണങ്ങൾ അശ്വങ്ങളെയും രഥത്തെയും പിളർത്തി. രാക്ഷസവര്യൻ തേരിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി. ആ രക്ഷോനായകന്റെ കയ്യിൽ ഭീഷണമായൊരു ശൂലം പ്രത്യക്ഷമായി. ഏതൊരു ജീവിക്കും ഭയജനകവും കാലാഗ്നി തുല്യവും ദുർദർശവുമായ ആ ഭയങ്കര ശൂലം ശ്രീ രുദ്രദേവൻ നൽകിയതാണ്. അത് കണ്ടാൽ തന്നെ ദേവന്മാർ പേടിച്ചരണ്ട് ഓടും. ജ്വലിക്കുന്ന ആ ത്രിശൂലത്തെ രാക്ഷസൻ വട്ടം ചുഴറ്റി. സംഹാരാസ്ത്രം പോലെ വാനിൽ ഒളി മിന്നിച്ച പെരും ശൂലത്തെ അതിരുഷ്ടനായ അസുരൻ ശ്രീരാമദേവന്റെ നേരിട്ട് ചാട്ടി. വാനവർ ഭയതരളിതരായി. സ്വാമിയുടെ പള്ളിവില്ലിൽ നിന്ന് പുറപ്പെട്ട 3 ബാണങ്ങൾ ആകാശത്തിൽ വെച്ച് അഗ്നി തേജസ് വമിക്കുന്ന ശൂലത്തെ മുറിച്ചു കളഞ്ഞു. വലിയൊരു പന്തം അനേകം കഷ്ണങ്ങളായി വീഴുന്നത് പോലെ എരിഞ്ഞുകൊണ്ട് ശൂലം ഖണ്ഡങ്ങളായി ഭൂമിയിൽ പതിച്ചു. അമ്പരത്തിൽ നിൽക്കുന്നവർ ആർത്തുകൊണ്ട് ശ്രീരാമദേവനെ സ്തുതിച്ചു. ദിവ്യായുധം പോയ മകരാക്ഷൻ മുഷ്ടി ചുരുട്ടി ദേവനെ നേരിട്ട് അലറിയെടുത്തു. നിൽക്ക് നിൽക്ക്, അനങ്ങരുത് എന്നിങ്ങനെ മത്താണ്ട രാക്ഷസൻ ഉച്ചത്തിൽ പറയുകയും ചെയ്തിരുന്നു. അവന്റെ വാക്കുകളും വരവും കണ്ട രഘുപതി പുഞ്ചിരി പൊഴിച്ച് ആഗ്നേയാസ്ത്രം ശരത്തിൽ യോജിപ്പിച്ച് ആ കർണാന്തം വലിച്ചുവിട്ടു. ശ്രീരാമ സഹായകമേറ്റ നിശാചരേന്ദ്രൻ നെഞ്ചു പൊളിഞ്ഞ് മലർന്നടിച്ചു വീണു. പ്രാണൻ വിട്ടുപിരിഞ്ഞു. മഹാപ്രഭു മകരാക്ഷനെ വീഴിച്ചതു കണ്ട രാക്ഷസന്മാർ ശ്രീരാമ ബാണാത്തരായി ലങ്കാ നഗരാന്തർഭാഗത്തിലേക്ക് കുതിച്ചോടി. ദശരഥനന്ദന ശരപാദമേറ്റ ഖരപുത്രൻ മകരാക്ഷൻ ഇന്ദ്രവജ്രം തട്ടിയ മാമല പോലെ അടർക്കളത്തിൽ വീണത് ആനന്ദത്തോടെ അമരന്മാർ വീണ്ടും വീണ്ടും നോക്കി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.